ഭഗവാനെ ഭക്തവത്സല എന്നാണ് അറിയപ്പെടുന്നത്. ഭഗവാൻ തൻ്റെ ലീലകൾ, ശാശ്വതമായ ലീലകൾ ഈ ഭൂമിയിൽ ആടുന്നത് ഭക്തന്മാരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. അതിലും മികച്ചത്, ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ ഭക്തയായ തുളസി ദേവി ഈ ഭൂമിയിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തെല്ലാം വളരുന്നു. ആ തുളസി വളരുന്നത് ഒരേ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്. എന്താണ് ആഗ്രഹം? ആ മുറ്റത്ത് തുളസി വളരുന്ന സമയത്ത് തളിരിലകൾ കൊണ്ട് നിറയുമ്പോൾ ഭഗവാന്റെ ഭക്തന്മാർക്ക് തുളസിയെ പറിച്ച് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാമല്ലോ. എത്ര മനോഹരമാണ് തുളസിയുടെ ഈ ഒരു സേവനം. തുളസി ദേവിയുടെ ഒരേ ഒരു സേവനം അല്ലെങ്കിൽ ഒരേ ഒരു സന്തോഷം എന്തെന്ന് പറഞ്ഞാൽ, തനിക്ക് നേരിട്ട് ഭഗവാനെ സേവിക്കാനല്ല തുളസിയുടെ ആഗ്രഹം, സന്തോഷം. മറിച്ച് ഭക്തന്മാർക്ക് തുളസി ആ ഇലകൾ സമ്മാനിച്ചുകൊണ്ട് ആ ഭക്തന്മാരെ ഭക്തിയുത സേവനത്തിൽ ഉയരാൻ വേണ്ടി സഹായിക്കുക എന്ന ഒരു എളിമ നിറഞ്ഞ സ്ഥാനമാണ്, ഒരു നിസ്സഹായ അവസ്ഥ ആയ ആ ഒരു സ്ഥാനമാണ് തുളസി ദേവി അലങ്കരിക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, തുളസി വന്ന് ഭഗവാന്റെ ഏറ്റവും പരമമായ ഭക്തയാണ്. ആ തുളസി ദേവി നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നിരിക്കുന്നത് തുളസിക്ക് ഒരിക്കലും നേരിട്ട് ആലോചിച്ച് നോക്കൂ, നേരിട്ട് തുളസിക്ക് നമ്മുടെ വീടിനകത്തുള്ള ഭഗവാന്റെ വിഗ്രഹങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ ചിത്രത്തിന് മുന്നിലോ ക്ഷേത്രത്തിലോ എത്താൻ സാധിക്കില്ല. പക്ഷേ ഒരു ഭക്തൻ തുളസിയെ എടുത്ത്, ആ ഇലയെ എടുത്ത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്ന ആ ഒരു സേവനം, ആ ഒരു സേവനത്തിൽ ആ ഭക്തിയോട് അത് എങ്ങനെയാ, ഏത് മനോഭാവത്തോടു കൂടിയാ, പൂർണ്ണ വിശ്വാസത്തോടും സ്നേഹത്തോടും. ഗീതയിൽ ഭഗവാൻ പറയാ, പത്രം പുഷ്പം ഫലം തോയം ഭൂമി ഭക്തി. അതായത് ഈ പത്രം പുഷ്പം ഫലം തോയം എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ ആ ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ മഹാ ആചാര്യനായ A.C. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ പറയുന്നു, പത്രം പുഷ്പം എന്ന് പറയുന്ന ആ ഇലയുടെ സ്ഥാനത്ത് പ്രഭുപാദർ ആ വരിയിൽ എഴുതുന്നത് തുളസി എന്നാണ്. ഒരു ഭക്തന് മാത്രമേ ഭഗവാന്റെ ഹൃദയത്തിനെ മനസ്സിലാക്കാൻ, ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ തുളസി അതീവ കാരുണ്യത്തോടു കൂടി നമ്മളെ ഭഗവാനുമായിട്ടുള്ള സേവനത്തിൽ അസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സഹായിക്കാൻ. നമുക്കറിയാം, കുടുംബത്തിൽ നമ്മളും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് ബന്ധുമിത്രാദികൾ നമ്മളെ സഹായിക്കുന്നു, സുഹൃത്തുക്കൾ സഹായിക്കുന്നു, ഇല്ലേ? അതേപോലെ ഭഗവാനുമായുള്ള ഭക്തിയുത സേവനത്തിന്റെ ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ് ആര്? തുളസി ദേവി. ക്ഷേത്രത്തിലായാലും വീട്ടുകളിലായാലും ഭഗവാന് നമ്മൾ കൊടുക്കുന്ന എല്ലാ സമർപ്പണങ്ങളും എന്തുമായിക്കോട്ടെ, അതെല്ലാം തുളസിയാൽ അലങ്കൃതമായാൽ മാത്രമേ അതിന് പൂർണ്ണതയുണ്ടാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഭഗവാൻ അതിനെ സ്വീകരിക്കുകയുള്ളൂ. ഒരു തവണ പ്രഭുപാദറിന്റെ മുതിർന്ന ഒരു ശിഷ്യൻ ന്യൂ വൃന്ദാവനം ക്ഷേത്രത്തിൽ, ഇസ്കോണിന്റെ ന്യൂ വൃന്ദാവനം ക്ഷേത്രത്തിൽ പൂജാരിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്തിട്ട് മഹാ ആചാര്യനായ പ്രഭുപാദരെടുത്ത് ചോദിച്ചു, പ്രഭുപാദ് എന്താണ്, ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏതാണ് ഉത്തമമായ ഭഗവത് ആരാധന എന്ന് ചോദിച്ചു. പ്രഭുപാദ് പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്, ഭഗവാന് വേണ്ടി ഏറ്റവും ഉത്തമമായ സേവനം മറ്റൊന്നുമല്ല, ഒരു തുളസിയെ എടുത്ത് ഭക്തിയോടും സ്നേഹത്തോടും എളിമ നിറഞ്ഞ മനസ്സോടും കൂടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉയർന്ന ആരാധന എന്ന് പറഞ്ഞു. മറ്റൊന്നുമില്ലെങ്കിലും ഭഗവാൻ ഈ ഒരു ആത്മാർത്ഥ സേവനം കൊണ്ട് തൃപ്തനാകുന്നു എന്നാണ് പ്രഭുപാദർ പറഞ്ഞത്. എത്ര മനോഹരമാണ് ഈ ഭക്തിയുടെ മാർഗം. ഭഗവാന്റെ സുധാമത്തിന്റെ പേര് വൃന്ദാവനം. അവിടെയും ഭഗവാന്റെ സുധാമത്തിന്റെ പേര് തുളസി തുളസിയാൽ അലങ്കൃതമായിരിക്കുന്നു. അങ്ങനെ തുളസി എല്ലാവരുടെയും ഭക്തിയിൽ സഹായിക്കുന്നു. ആ സഹായത്തിലൂടെ ആ ഒരു നിസ്സഹായ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം എന്താണ്? ദാസാനുദാസ. തന്റെ ഭഗവാൻ ഗീതയിൽ പറയുന്നു, അർജുന, എനിക്ക് നേരിട്ട് സേവനം ചെയ്യുന്ന ആളല്ല എൻ്റെ ഭക്തൻ, എൻ്റെ ഭക്തന്റെ ദാസാനുദാസൻ. ആ ഒരു സ്ഥാനമാണ് തുളസി ഇവിടെ അലങ്കരിക്കുന്നത്. അപ്പോ ഒരു ഭക്തൻ എന്താ ചിന്തിക്കുന്നത്? തുളസി എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് ഭഗവാനോടുള്ള എളിമ നിറഞ്ഞ സ്നേഹത്തോടെ വളർന്നു വരുന്നുണ്ടല്ലോ, എന്റെ ഉത്തരവാദിത്തമാ തുളസിയെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളത്. അതിലൂടെ തുളസിയുടെ ഈ എളിമ നിറഞ്ഞ സേവനത്തിൽ എനിക്കും പങ്കുചേരാൻ സാധിക്കുന്നു. തുളസി ആകട്ടെ ഭൂമിയിലുള്ള എല്ലാവരുടെയും ഭക്തിയിൽ ഉയരാനായി അവരെയും സഹായിക്കുന്നു. അതുകൊണ്ടാണ് പ്രഭുപാദർ പറഞ്ഞത്, ഭഗവാന്റെ തൃപ്പാദത്തിൽ തുളസി സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായ ആരാധന എന്ന്.